السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ഈ ഭാഗമാണ് നമുക്ക് ഇനി അർത്ഥം വെക്കാനുള്ളത്. സൂറത്തുൽ ബഖറയുടെ അവസാനം പ്രാർത്ഥനകളുടെ പെരുമഴയാണ്. ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ദുആ. അതിൽ പെട്ട ഒരു ഭാഗമാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടികൂടരുത്, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾ മറന്നു വല്ലതും ചെയ്തതിലോ അബദ്ധത്തിൽ സംഭവിക്കുന്നതിലോ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. മറന്ന് സംഭവിച്ചാൽ ശിക്ഷിക്കാനുള്ള അധികാരം അല്ലാഹ്ക്കുണ്ടല്ലോ. അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചു, കൈമോശം കൊണ്ട് അബദ്ധവശാൽ സംഭവിച്ചു, അതിന്റെ പേരിലൊന്നും പഠിച്ചവനെ ഈ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് പറയാം. അപ്പൊ അവിടെ സംശയങ്ങൾ വരും. മറവിക്ക് ഇളവുണ്ടല്ലോ, എന്നത് ഓർക്കണെന്തിനാണ്? മറവിക്ക് എന്താ ഇളവുണ്ടല്ലോ? നേരത്തെ റുഫിയൽ കലമു, അള്ളാഹു അവന്റെ കലമിനെ എന്ന് പറഞ്ഞാൽ കലം ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കൂല എന്നാണ്. മറന്നിട്ടെന്തെങ്കിലും സംഭവിച്ചാലൊന്നും അവന്റെ പേരിൽ എഴുതി വെക്കൂല. പിന്നെ എന്തിനാ മറന്ന് സംഭവിക്കണേന് ഇനി പിടികൂടരുത് ദ്വാരക്കണ? മറന്നാ ശിക്ഷ ഇല്ല എന്നുള്ള ഉറപ്പല്ലേ? അവിടെ മറുപടി മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുത്തത്, മറവി ഉദറുള്ളതുകൊണ്ട് ഉദറില്ലാത്തതുണ്ട്, ഇളവുള്ള മറവിയുണ്ട്, ഇളവില്ലാത്ത മറവിയുണ്ട്. ഉദാഹരണം മഹാനവരുകൾ കൊടുത്ത ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഇപ്പോ വസ്ത്രത്തില് നേസുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് അത് അറിയാതെ നിസ്കരിച്ചാൽ കുഴപ്പമില്ല, കനുപനെ അറിഞ്ഞിട്ടില്ലല്ലോ. നേരെ മറിച്ച് നജസുണ്ട് എന്ന് അറിഞ്ഞു, കഴുകാന് അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നേസുള്ള മറന്നിട്ട് നിസ്കരിച്ചു, അവിടെ ഇളവില്ല. കാരണം ഇവൻ നേരത്തെ കഴുകണ്ടേ, നേരത്തെ തന്നെ കഴുകണത് നല്ലതല്ലേ? കഴുകായിരുന്നു ഇങ്ങനെ പിന്തിച്ചിട്ട് മറന്നതല്ലേ? അപ്പൊ അവിടെ ആദ്യം മറന്നത് പോലെയല്ല രണ്ടാമത്തെ മറന്നത്. അങ്ങനെ ഈ മറവിൽ തന്നെ ഉദറുള്ളതുണ്ട്, ഉദറില്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാൽ മതി. എങ്ങനെയായാലും മറന്ന് ചെയ്തതിന് നീ പിടികൂടരുത്, സംഭവിച്ച മറന്നിട്ടല്ലേ എന്ന അർത്ഥത്തിൽ. ആ അഖ്തഅന, അബദ്ധവശാൽ ഒരാള് വെടിയെടുത്തിട്ട് വെറുതെ അങ്ങോട്ട് വെച്ചു, ഉദ്ദേശിച്ച് അവിടെ ഒരു കിളി ഉണ്ടായിരുന്നു, കിളിനെ ലാക്കാക്കിയിട്ടാണ് വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് ഇപ്പുറത്തൊരു മനുഷ്യണ്ടായിരുന്നു, അയാൾക്കാണ്. ഇയാൾ ഇവിടെ ഉള്ളത് മൂപ്പര് കണ്ടിട്ടില്ല, എന്നാ ഊറുണ്ട്. നേരെ മറിച്ച് ഒരാളവിടെ നിൽക്കണേ കണ്ടു, അതൊന്നുമില്ല, ഞാൻ വെടിച്ചാൽ കിളിക്കന്നെ കൊള്ളുള്ളൂ എന്നൊക്കെ വെച്ചു. അത് ഇയാൾക്ക് കൊണ്ടാൽ അവിടെ അബദ്ധവശാൽ എന്ന് പറയില്ല. കാരണം ഇയാൾ എന്തിനപ്പ വെച്ചത്? അവിടെ ഒരു മനുഷ്യൻ നിൽക്കണോ കണ്ടില്ലേ? അപ്പൊ ഈ മറവിയാണെങ്കിലും അബദ്ധവശാൽ സംഭവിക്കുന്നതാണെങ്കിലും ഉദറുള്ളതുണ്ട്, ഉദറില്ലാത്തതുണ്ട്. ഉദറുള്ളതുണ്ട്, ഉദറില്ലാത്തതുണ്ട്. അതിന് രണ്ടിന് ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഏതെങ്ങനെയായാലും ഞാൻ അതായിട്ട് ഉദ്ദേശിച്ച് ചെയ്തല്ലോ, മറന്ന് ചെയ്തതാണ്, അബദ്ധവശാൽ സംഭവിച്ചാണ്. അങ്ങനെയുള്ളതിനെ നീ ശിക്ഷിക്കരുത് പടച്ചോനെ എന്ന് ദ്വാരക്കാണ്. രണ്ടാമത് ഇതിലൊരു സൂചന എന്താ വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി. പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് വൽ മുഅ്മിനൂന കുല്ലുൻ ആമനു ബില്ലാഹി, മുഅ്മിനീങ്ങൾ മുഴുവനും അള്ളാഹിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും കിതാബുകളെ കൊണ്ടും മലക്കുകളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന നല്ല മനുഷ്യന്മാരാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾ വല്ല തെറ്റും ചെയ്യുകയാണെങ്കിൽ മറന്നിട്ടേ അബദ്ധത്തിലേ ചെയ്യുള്ളൂ, സ്വബോധത്തിൽ ചെയ്യൂല എന്നുള്ളേക്ക് സൂചനയാണ്. യഥാർത്ഥ ഒരു മുത്തഖി തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ മറന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചായിരിക്കും. അല്ലാതെ കരുതി കൂട്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് ഒരു മുത്തഖി തെറ്റ് ചെയ്യൂല. മുത്തഖി നല്ല പവറുള്ള മുത്തഖി ആണെങ്കിൽ എന്നതിലേക്കും കൂടി ഇത് സൂചനയാണ്. മൂന്നാമത്തത്, നമ്മളിപ്പോ അല്ലാഹു തആല മറന്നാ ശിക്ഷിക്കൂല, മറന്നിട്ടില്ലെങ്കിലേ ശിക്ഷിക്കുള്ളൂ എന്ന് അള്ളാഹ്ക്കൊന്നും അങ്ങോട്ട് ഓതി കൊടുക്കേണ്ട കാര്യമില്ല. അള്ളാഹ് ഫഅാലു ലിമാ യുരീദാണ്. അവനെ ഉദ്ദേശിച്ച ഓന് ചെയ്യാം. ഓനെ ആരെങ്കിലും ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച അവനെ ശിക്ഷിക്കുക. കാരണം മനുഷ്യന്മാര് മുഴുവനും അവന്റെ സൃഷ്ടികളാണ്, അതിൽ പൂർണ്ണ അധികാരം അവനാണുള്ളത്. അപ്പൊ നമ്മള് മറന്നാ ശിക്ഷിക്കൂല, മറന്നിട്ടില്ലെങ്കിലേ ശിക്ഷിക്കുള്ളൂ എന്ന് തിരിച്ചിട്ട് നമ്മളൊരു കാര്യം അള്ളാഹ്ക്ക് അങ്ങോട്ട് പറഞ്ഞ് നിയമം വെക്കാതെ നമ്മൾ താഴ്മയിൽ ദ്വാരക്കാണ്. പഠിച്ചവനെ എനിക്ക് എന്തിനും അധികാരം ഉണ്ടല്ലോ റബ്ബേ, അതുകൊണ്ട് മറന്നു ചെയ്താല് ഈ ശിക്ഷിക്കരുത് റബ്ബേ എന്ന്
അള്ളഹാനോട് മനസ്സറിഞ്ഞ് താഴ്മയിൽ കൽബ് മുറിഞ്ഞിട്ട് ദ്വാരക്കണം. ആ ദ്വാന്റെ സമയത്ത് അല്ല ഇന്നേനെ ശിക്ഷിക്കുള്ളൂ ഇന്നേനെ ശിക്ഷിക്കൂല എന്ന് വേർതിരിച്ചുകൊണ്ട് ദ്വാരക്കണമെന്നും അദബല്ല. അപ്പൊ എന്തിനു അധികാരമുള്ള റബ്ബേ, ഈ മറന്നാ ശിക്ഷിക്കോ ഇല്ല അതൊന്നും എനിക്കറിയില്ല, മറന്നാ ശിക്ഷിക്കരുത് റബ്ബേ, അത് എനിക്ക് എന്നോട് ദ്വാരക്കാലോ. ആ ദ്വാന്റെ സമയത്തുള്ള ഒരു താഴ്മ. നാലാമത്തത് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാല്, ഈ മറക്കണേന്നെ വിഷയം ചെറുതായി കണ്ടുകൊണ്ടാണല്ലോ. വിഷയം വലുതായ മറക്കൂലല്ലോ. ഇന്ന് വരെ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് 1,00,000 റുപ്യ തരാണ്ടായിരുന്നു, അത് മറന്നുകണോ? എന്താ മറക്കാത്തത്? മറവി മുഴുവനും ദുന്യാവിന്റെ കാര്യത്തിലുള്ളല്ലോ. ആഖിറത്തിന്റെ കാര്യത്തിലുള്ള, ദുന്യാവിന്റെ കാര്യത്തിലും മറവില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞുകണോ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് പെണ്ണിനെ പോയി കണ്ട് പറ്റും ചെയ്ത് പിന്നെ മറന്നു നിന്നവരേലും ചെറുപ്പക്കാർ പറഞ്ഞുകണോ? ഇല്ലല്ലോ. മറവി മൊത്തം ആഖിറത്തിന്റെ കാര്യത്തിലുള്ള. നിസ്കാരത്തിലെ മറവിണ്ടോ? നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അതിൽ മറക്കും. പക്ഷെ ദുന്യാവിന്റെ ഏതെങ്കിലും ഒരു ശമ്പളം വാങ്ങാൻ മറന്ന ആരെങ്കിലും ഉണ്ടോ? മാഷായിക്കോട്ടെ, ഉസ്താദായിക്കോട്ടെ, ഉദ്യോഗസ്ഥനായിക്കോട്ടെ. ഞാൻ 3-4 മാസം ഇങ്ങനെ പണിയെടുത്തു പോയി എന്നല്ലാതെ ശമ്പളത്തിന്റെ കാര്യം മറന്നുപോയി നിന്ന് വരെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ മറവി മൊത്തം ദുന്യാവിന്റെ കാര്യത്തിലുള്ളൂ, ആഖിറത്തിന്റെ കാര്യത്തിൽ മറവില്ല. അസൂയ അങ്ങനെയുള്ളൂ കേട്ടോ, അവൻ പറഞ്ഞുതരാം. ഈ അസൂയും കുറ്റും പോരൊക്കെ ദുന്യാവിന്റെ കാര്യത്തിലില്ല. ആ ദുന്യാവിന്റെ കാര്യത്തിലുള്ളൂ, ആഖിറത്തിന്റെ കാര്യത്തിലില്ല. ഇപ്പൊ നിങ്ങൾ എന്നോട് ഒരാൾ പറയാണ് എനിക്കൊരു 10,00,000 റുപ്യ ഇന്ന് രാവിലെ കിട്ടി, അൽഹംദുലില്ലാ, അതുകൊണ്ട് കടക്ക് വിടാൻ പറ്റിയെന്ന് പറഞ്ഞാല് കേട്ട എനിക്ക് പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ഇതിപ്പോ അയാൾക്കത് കിട്ടാന് അല്ല, കേട്ടവരുടെ സുഖം തന്നെ ഉണ്ടാവില്ല. എന്റെ കയ്യിലും കൂടി അത് കിട്ടുന്നവരെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങളെ അഭിമാനം പറഞ്ഞാണ്, നിയമത്ത് പറഞ്ഞാണ്, എന്റെ മോന് അമേരിക്കയിൽ ജോലി ഇട്ടിക്കണ്, എല്ലാ മാസവും ഇന്ത്യന്റെ 8,00,000 റുപ്യ ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞാല് ഇതിനൊരു തരിച്ചിരിക്കതാ അല്ലേ? നേരെ മറിച്ച് നിങ്ങളാരെങ്കിലും പറയാണ് എന്റെ മോന് പള്ളിയർസിൽ ഓതാൻ പോയിക്കണ്, അവനിപ്പോ നല്ലോണം കിതാബൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടോ? ഒരസൂയ ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അതിനെന്താ, കിതാബിക്കോട്ടെ, എന്താ? നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയാണ് ഇന്നലെ രാത്രി എണീറ്റിട്ട് ഞാനൊരു 25 റക്കായി 20-30 റക്കാത്ത ആജും സ്കെച്ച് ഒരു ഖത്തം ഖുർആൻ ഓതി എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അസൂയ ഇല്ല, ഒരസൂയ ഇല്ല. എന്താ അസൂയ? നിങ്ങൾ ഉറക്കം പോയി എന്നല്ലാതെ വേറെന്താ? എന്താ അവിടെ അസൂയ ഇല്ലാത്തത്? അത് ആഖിറത്തിന്റെ കാര്യമാണ്. ദുന്യാവിന്റെ കാര്യത്തിലെ അസൂയുള്ളൂ, ആഖിറത്തിന്റെ കാര്യത്തിൽ അസൂയയില്ല. അതുപോലെ തന്നെ മറവി അങ്ങനെ തന്നെ. ആഖിറത്തിന്റെ കാര്യത്തിലേ മറവിയുള്ളൂ, ദുന്യാവിന്റെ കാര്യത്തിൽ മറവില്ല. ശമ്പളം വാങ്ങാൻ മറക്കൂല, പെണ്ണിട്ടാൻ മറക്കൂല, ചോറ് കഴിക്കാൻ മറക്കൂല, കച്ചവടം മറക്കൂല, ഒന്നും മറക്കൂല. ദുന്യാവിന്റെ നമ്മൾ ഗൗരവമായിട്ട് കണ്ട ദുന്യാവിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് വരെ ആരെങ്കിലും മറന്നണോ? മറക്കും. ഖുർആൻ ഓതാൻ മറക്കും, നിസ്കാരത്തിന്റെ വിഷയത്തിൽ മറവി വരും, നന്മയുടെ കാര്യത്തിൽ മറവി വരും. അല്ലാ 3:15 ലോറിസ്കിച്ചില്ല എന്ന് പറയും. അങ്ങനെ മറവിണ്ടാവും. നേരെ മറിച്ച് ഓൻ എന്നോട് തിരുവിക്ക് 2 മണിക്ക് എത്താൻ പറഞ്ഞ എനിക്ക് 2,00,000 റുപ്യ ഞാൻ പോയിട്ടില്ല എന്ന് പറയില്ല. അത് 11 മണിക്ക് തന്നെ ഒരുക്കം തുടങ്ങും. കാരണം അത് ഞൊട്ടി കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഈ മറവി മൊത്തം സംഭവിക്കുന്നത് ആഖിറത്തിന്റെ കാര്യത്തിലാണ്, ദുന്യാവിന്റെ കാര്യത്തിലല്ല. അപ്പൊ ഇനി അനുവദനീയമായ മറവിയാണോ ഉദറുള്ള മറവിയാണെങ്കിൽ തന്നെ അതും അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോരായ്മ തന്നെയാണ്. കാരണം അള്ള പറഞ്ഞത് എന്താ മറക്കണ്? പ്രധാനമന്ത്രി നമ്മളൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ മറക്കുവോ? എവിടെ മറക്കണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നമ്മളോട് ഒരു കാര്യം ചെയ്യണം, ഇന്നെ ചെയ്യരുതെന്ന് പറഞ്ഞു, ആരെങ്കിലും പറയോ ഓ മുഖ്യമന്ത്രി പറഞ്ഞേൽപ്പിച്ചാൽ മറന്നുപോയി എന്ന് പറയോ? ഇല്ല. എന്താ അള്ള പറഞ്ഞോടുത്ത് മറവി? അപ്പൊ സംഗതി മറവി തന്നെ ഒരു ചേപ്പറയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് ആഖിറുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ഗൗരവം കൊടുത്തില്ല എന്നതിന്റെ ഒരു സൂചനയാണ്. അപ്പൊ ഈ ദുആ നിർബന്ധമാണ്. ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. മറന്നുകൊണ്ട് സംഭവിച്ചതോ അബദ്ധവശാൽ സംഭവിച്ചതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ നീ ശിക്ഷിക്കരുത് റബ്ബേ. നീ 5ാമത്തെ ഒരു വിശദീകരണം കൂടി അവിടെ ഉണ്ട്. എന്താ വെച്ചാല് മറന്ന് സംഭവിച്ചാൽ അല്ല ശിക്ഷിക്കൊന്നുമില്ല, പക്ഷെ ദ്വാരക്കണമെന്ന് മാത്രം. ദ്വാരക്കാൻ മറക്കരുത്. അതാണ്. മനുഷ്യന്മാരാണ്, മറവി സ്വാഭാവികമാണ്, അബദ്ധവും സ്വാഭാവികമാണ്. അപ്പൊ അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുകയാണ്, തൊട്ടടുത്ത് ഭാര്യ ഉണ്ടായിരുന്നു, നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണ്, അപ്പൊ അങ്ങനെ പിടിച്ചു ഭാര്യ എന്ന് വെച്ചാൽ അപ്പൊ നോക്കുമ്പോ ഒരു സ്കൂൾ പെൺകുട്ടിയാണ്. അത് അബദ്ധവശാൽ സംഭവിച്ചാൽ ഇനി അങ്ങനെ പിടിക്കാൻ നിൽക്കണ്ട, ടൗണ്ട് പറഞ്ഞതല്ല.
അതൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്യും, പൊരുത്തപ്പെട്ടു എന്ന് വരും. പക്ഷെ ദ്വാരക്കണം, ദ്വാരക്കാൻ മറക്കരുത്. ദ്വാരക്കാമല്ലോ, അതിന് അള്ളാഹു തആല ലാസ്റ്റ് വെച്ചാണ് ദ്വാരുന്നോളി. ഇത് മായ്ക്കണ സംഗതിയാണ്. അബദ്ധവശാലും മറന്നിട്ടൊക്കെ സംഭവിക്കുന്നതിനെ, ആ കളങ്കങ്ങളെ മായ്ക്കുന്ന ഒന്നാന്തരം പരിപാടിയാണ് ദുആ. കൊണ്ട് ദുആ അധികരിപ്പിക്കുന്ന റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് ദ്വാരക്കാം. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇപ്പൊ പറഞ്ഞ 5 പോയിന്റാണ് ഈ ഒറ്റ ചെറിയ വാക്കടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഞാൻ എന്റെ മണ്ടയിൽ നിന്ന് എടുത്ത് പറയല്ല, ഇത് ഖുർആനാ. ഇത് മൊത്തം റാസി ഇമാം അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി ലോകോത്തര പണ്ഡിതനാണ്. അവർക്ക് വിശ്വപ്രസിദ്ധമായ തഫ്സീർ ഉണ്ട്. അത് മുഴുവനും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ മഹാൻ അവർകൾ കൊടുത്ത 5 വിഷയമാണ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചത്. 1, മറവിയാണെങ്കിൽ തന്നെ ഉദറുള്ള മറവിയുണ്ട്, ഉദറില്ലാത്ത മറവിയുണ്ട്. 2, ഒരു യഥാർത്ഥ മുത്തക്കയിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ മറന്നിട്ടോ അബദ്ധത്തിലോ സംഭവിക്കുള്ളൂ. കരുത് കൂട്ടിയൊരു മുത്തക്കയ്ക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. 3, അതിപ്പോ ശിക്ഷിക്കോ ഇല്ലേ ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, ദ്വാന്റെ സമയത്തുള്ള താഴ്മ. 4, മറക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹ് ഏൽപ്പിച്ച കാര്യം മറക്കുമ്പോൾ അതിന്റെ നേരത്തെ ഗൗരവം കണ്ടില്ല എന്നതിന്റെ സൂചനയാണ്. അപ്പൊ ആ ഗൗരവം കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ ദ്വാ. 5, മറന്നാലും അബദ്ധത്തിലൊക്കെ സംഭവിച്ച അള്ളാഹ്ക്ക് ശിക്ഷിക്കാം, പക്ഷെ ദ്വാരുന്നവരെ ശിക്ഷിക്കൂല. അപ്പൊ അവർക്കൊക്കെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തആല ഒന്നാം തരം ദ്വാ പഠിപ്പിച്ചാണ്. ദ്വാ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്താണ്. അദ്ദുആഉൽ ഇബാദ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അള്ളാഹു നമ്മുടെ അബദ്ധവശാലും മറന്നിട്ടും, പിന്നെ നമ്മളൊക്കെ അപേക്ഷിച്ചിടത്തോളം മറന്നിട്ടല്ല മനഃപൂർവ്വം സംഭവിച്ച എല്ലാ പാകപ്പിഴവുകളും അള്ളാഹു തആല പുറത്തേറ്റെ. തിന്മകളൊക്കെ അള്ളാഹു നന്മയായിട്ട് പരിവർത്തിപ്പിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗസ്ഥരാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. രാവിലെ തന്നെ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് അതിനുശേഷം നിന്റെ കലാമ് കേൾക്കുന്ന ഒരാളെയും പടച്ചോനെ നരകത്തിലിട്ട് കത്തിക്കല്ലേ റബ്ബേ. ഇത് ഞങ്ങൾക്ക് നാളെ പിടിച്ചു നിൽക്കാൻ, നിന്നോട് പറയാൻ, സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ വലിയ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു മുഅ്മിൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമല് ഇൽമുമായി ബന്ധപ്പെടലാണ്. ഇത് ഖുർആനും ഹദീസും മഹാന്മാരും എഴുതി വെച്ചതാണ്. ഞങ്ങൾ പടച്ചവനെ ദീനിയായ ഇൽമു പറയാനാണ് ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് ഇത് വലിയ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. 1000കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ സമയം മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കലാണെന്ന് നിന്റെ ഹബീബ് പറഞ്ഞതാണ്. ഞങ്ങളിതാ പങ്കെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് നീ 1000കണക്കിന് റക്അത്തിന്റെ നിസ്കാരത്തിന്റെ കൂലി എഴുതി വെക്കണേ അല്ലാഹ്. ഇത് കാരണത്താൽ ഞങ്ങൾ നാരകീയ ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, പടർന്ന് പന്തലിക്കുന്ന യുദ്ധത്തിന്റെ അശാന്തിയുടെ വിഷപ്പുകയിൽ നിന്ന് ലോകങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടിലേക്കും അതിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മലയൊലി തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ വഴി നീ മുട്ടിക്കല്ല അല്ലാഹ്. അത്താഴം ബ്ലോക്കാക്കല്ല അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളുള്ളവർക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ പെടുന്നതിനെ മരിപ്പിക്കല്ല അല്ലാഹ്. അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. രോഗങ്ങളിൽ തളർത്തല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് മുഴുവനും ദഅവത്തിലും ഖിദ്മത്തിലും ത്വാഅത്തിലുമാക്കി തരണേ അല്ലാഹ്. അന്ത്യശ്വാസം സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ കലിമ ചൊല്ലിയാക്കണേ അല്ലാഹ്. അത് ഇതിനൊക്കെ ഒരു കാരണമായി ഞങ്ങളെ ഇരുത്തവും പറച്ചിലൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا وللحجاج وللعمال ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.